ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. മാരുതി സുസുക്കി 4 പുത്തൻ ഇലക്ട്രിക് കാറുകൾ അണിയറയിലൊരുക്കുന്നു. വെറും 4 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാവുന്ന ബജറ്റ് EV മുതൽ കുടുംബങ്ങൾക്കായി 7 സീറ്റർ ഇലക്ട്രിക് MPV വരെ നീളുന്ന മാരുതിയുടെ ഈ മാസ്റ്റർ പ്ലാൻ ഇന്ത്യൻ വാഹന വിപണിയെ ഒന്നാകെ ഞെട്ടിക്കും. മാരുതി സുസുക്കി ആദ്യ ഇലക്ട്രിക് കാറായ വിറ്റാര അവതരിപ്പിച്ചതിന് പിന്നാലെ 2031ഓടെ 4 പുതിയ ഇലക്ട്രിക് മോഡലുകൾ കൂടി പുറത്തിറക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഓരോ വർഷവും ഓരോ പുതിയ ഇലക്ട്രിക് കാർ എന്ന രീതിയിൽ വിപണി പിടിക്കാനാണ് മാരുതിയുടെ പുതിയ പ്ലാൻ. മാരുതിയുടെ രണ്ടാമത്തെ ഇലക്ട്രിക് വാഹനം ഒരു 7 സീറ്റർ MPV ആയിരിക്കും. YMC എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ വാഹനം കിയ കാരൻസ് ക്ലാവിസ് EVയുടെ എതിരാളിയായിരിക്കും. ഏകദേശം 17 ലക്ഷം രൂപ പ്രാരംഭ വില പ്രതീക്ഷിക്കുന്ന ഈ വാഹനം ബാറ്ററി ആസ് എ സർവീസ് സ്കീമിൽ ലഭ്യമാകാൻ സാധ്യതയുണ്ട്. ബാറ്ററി അടക്കമുള്ള വില നൽകാതെ ഓടുന്ന കിലോമീറ്ററിന് വാടക നൽകുന്ന ഈ പദ്ധതിക്ക് കീഴിൽ ലഭ്യമായാൽ ഇലക്ട്രിക് MPVയുടെ പ്രാരംഭ വില 12 ലക്ഷം രൂപയായി കുറയാൻ സാധ്യതയുണ്ട്. കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ടാറ്റ നെക്സോൺ EVയ്ക്ക് പകരക്കാരനായി ബ്രെസ അല്ലെങ്കിൽ ഫ്രോങ്സ് എന്നിവയുടെ ഇലക്ട്രിക് പതിപ്പും മാരുതി പുറത്തിറക്കും. ഇതിന്റെ പ്രാരംഭ വില 12 ലക്ഷം രൂപയായിരിക്കുമെന്നാണ് കരുതുന്നത്. ബാസ് പദ്ധതിക്ക് കീഴിൽ ഏകദേശം 8 മുതൽ 9 ലക്ഷം രൂപയ്ക്ക് ഈ മോഡൽ സ്വന്തമാക്കാൻ സാധിച്ചേക്കാം. ഇടത്തരക്കാർക്ക് അനുയോജ്യമായ ഒരു ഫാമിലി EV ആയിരിക്കും ഇത്. സാധാരണക്കാർക്കായി ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു ഇലക്ട്രിക് കാറും മാരുതിയുടെ ഭാവി പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ടാറ്റ ടിയാഗോ EV, MG കോമറ്റ് EV എന്നിവയോട് മത്സരിക്കാനായി എത്തുന്ന ഈ കാറിന് 7 ലക്ഷം രൂപയായിരിക്കും വില. ബാസ് സ്കീമിന് കീഴിൽ ഈ എൻട്രി ലെവൽ EV 4 മുതൽ 5 ലക്ഷം രൂപയ്ക്ക് ലഭ്യമായേക്കും. അങ്ങനെ വന്നാൽ ഇന്ത്യൻ ഇലക്ട്രിക് കാർ വിപണി വിപ്ലവകരമായ മാറ്റത്തിനാകും സാക്ഷ്യം വഹിക്കുക. ഇവയ്ക്കെല്ലാം പുറമെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു പ്രീമിയം ഇലക്ട്രിക് കാറും മാരുതിയുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യയും ലക്ഷറി ഫീച്ചറും ഉൾപ്പെടുന്ന ഈ EV മോഡൽ ബജറ്റ് കാർ നിർമ്മാതാക്കൾ എന്ന മാരുതിയുടെ ബ്രാൻഡ് ഇമേജ് മാറ്റാൻ സഹായിക്കും. മാരുതിയുടെ അടുത്ത ഇലക്ട്രിക് കാർ 2027 വിപണിയിലെത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിവോയുടെ പുതിയ സ്മാർട്ട് ഫോൺ V70 FE ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തി. ബജറ്റ് ഫ്രണ്ട്ലി വിലയിൽ മികച്ച പെർഫോമൻസ് ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഫോൺ വിപണിയിലെത്തുന്നത്. 200 മെഗാ പിക്സൽ ക്യാമറയും 7000 mAh കരുത്തൻ ബാറ്ററിയുമാണ് ഈ ഫോണിന്റെ പ്രധാന ആകർഷണം. ഒരിക്കൽ ചാർജ് ചെയ്താൽ 2 ദിവസം വരെ ഉപയോഗിക്കാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. വലിയ ബാറ്ററി ഉണ്ടായിട്ടും സ്ലിം ഡിസൈൻ നിലനിർത്തിയിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് കൂടുതൽ സൗകര്യം നൽകുന്നു. മൊബൈൽ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ദൈർഘ്യമേറിയ ഉപയോഗം ആവശ്യമായവർക്കും ഇത് അനുയോജ്യമായ ഫോണായിരിക്കും. ഫോട്ടോഗ്രാഫി പ്രേമികൾക്കായി 200 MP ഹൈ റെസല്യൂഷൻ ക്യാമറയാണ് ഒരുക്കിയിരിക്കുന്നത്. കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന അഡ്വാൻസ്ഡ് പിക്സൽ ടെക്നോളജിയും ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 29,999 രൂപ മുതൽ വില ആരംഭിക്കുന്ന ഈ ഫോണിന് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ബാങ്ക് ഡിസ്കൗണ്ടിലൂടെ 3000 രൂപ വരെ ഇളവും ലഭ്യമാണ്. മിഡ് റേഞ്ച് സെഗ്മെന്റിൽ മികച്ച ഫീച്ചറുകളുമായി എത്തുന്ന ഫോണായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഓഷ്യൻ ബ്ലൂ, സൺസെറ്റ് ഗോൾഡ് എന്നീ നിറങ്ങളിൽ ഫോൺ ലഭ്യമാണ്. പ്രതിമാസം 2500 രൂപ മുതൽ ആരംഭിക്കുന്ന EMI സൗകര്യവും ലഭ്യമാണ്. കൂടാതെ പഴയ സ്മാർട്ട് ഫോൺ കൈമാറി പുതിയത് വാങ്ങുന്നവർക്ക് എക്സ്ചേഞ്ച് ബോണസും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.